ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു പ്രധാനപ്പെട്ട വിഷയത്തിനെ കുറിച്ചിട്ട് സംസാരിക്കാം. വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതായത് യൂട്യൂബിൽ പുതിയ പല ക്രിയേറ്റേഴ്സും ചാനൽ തുടങ്ങുന്നു. അതിനെ ഒരു പാർട്ട് ടൈം ജോലിയായിട്ട് കാണുന്നവരും ധാരാളം പേരുണ്ട്. മാത്രമല്ല, ഇതിൽ നിന്ന് ഒരു ഏർണിങ്സ് ലഭിച്ചാൽ അത് ഒരു എക്സ്ട്രാ വരുമാനമായിട്ട് തന്നെ കണക്കാക്കാം. പിന്നെ പലരും വീട്ടമ്മമാരായിട്ട് ഇരിക്കുന്നവരൊക്കെ വർക്കിനോ ഒരു ജോലിക്കോ പോകാൻ സാധിക്കാതെ ഇതിനെ ഒരു സൈഡായിട്ടുള്ളൊരു ജോലിയായിട്ട് കരുതി വരുന്നു. അപ്പോൾ ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കാം, യൂട്യൂബിൽ എല്ലാവരും വരുന്നത് ഒരു ഏർണിങ്സിന് വേണ്ടി തന്നെയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും സമ്പാദിക്കാനുള്ളൊരു വഴിയായിട്ടാണ് അവരൊക്കെ ഒരു ചാനൽ തുടങ്ങുന്നത്. അപ്പോൾ ഒരു കാര്യം ഇവിടെ വ്യക്തമാണ്, യൂട്യൂബിൽ നിന്നും അങ്ങനെ വിചാരിക്കുന്ന എളുപ്പത്തിൽ പണം സമ്പാദിക്കാനാകുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല. ഇതിൽ ഒരുപാട് കഷ്ടപ്പെട്ട് മുന്നേറി വരേണ്ട ഒരു ജോലി തന്നെയാണ്. ചിലപ്പോൾ ചാനലൊക്കെ തുടങ്ങി ഒരു വർഷം ആയവർക്കറിയാം, വാച്ച് അവേഴ്സ് വന്നിട്ട് അത് സാധാരണ കുറഞ്ഞു വരാറുണ്ട്. പിന്നെ കഴിഞ്ഞ 365 ദിവസത്തെ വാച്ച് അവർ ആണല്ലോ ഇപ്പോൾ യൂട്യൂബ് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വാച്ച് അവർ പലർക്കും കുറഞ്ഞ് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. യൂട്യൂബിൽ നിന്ന് എളുപ്പത്തിൽ ഒരിക്കലും നമുക്ക് ഏർണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കില്ല. പിന്നെ മനസ്സിന് എളുപ്പം സങ്കടം തട്ടുന്നവരും മോശപ്പെട്ട കാര്യങ്ങളൊക്കെ കേട്ടാൽ താങ്ങാൻ പറ്റാത്തവർക്കൊക്കെ ഇവിടെ പിടിച്ചു നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ യൂട്യൂബ് വ്യൂസ് എപ്പോൾ നന്നായിട്ട് കൂടുമെന്നുള്ളത് പ്രവചിക്കാനായിട്ട് ആർക്കും പറ്റില്ല. ആദ്യമൊക്കെ ഒരു ചാനൽ തുടങ്ങുമ്പോഴേക്കും ഒരു 10 വീഡിയോ ഒക്കെ നല്ല കണ്ടൻ്റ് ആണെന്ന് വിചാരിച്ചിടും. പക്ഷേ അതിൽ യാതൊരു വ്യൂസും വളരെ കുറവായിട്ടൊക്കെ ആയിരിക്കും, 10, 20, 50 വ്യൂസൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. കുറച്ച് ദിവസങ്ങളായിട്ട് പലരും പറയുന്നുണ്ട് വ്യൂസൊക്കെ വളരെ കുറഞ്ഞിട്ടാണ് വരുന്നത്. ഈ കാര്യം മുമ്പ് പലതവണ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ അൽഗോരിതം ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നു. മാത്രവുമല്ല, യൂട്യൂബ് ഇപ്പോൾ വന്ന് ഒരുപാട് ക്രിയേറ്റേഴ്സ് വന്നതിന് ശേഷം വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും മനസ്സ് തളരാതെ മുമ്പോട്ട് പോകണം എന്ന് തീരുമാനിച്ചാൽ മാത്രമേ ഇവിടെ പിടിച്ചു നിൽക്കുവാനായിട്ട് പറ്റുകയുള്ളൂ. ഒരു പ്രതീക്ഷ എപ്പോഴും മനസ്സിലുണ്ടാകും, അത് കൈവിടാതെ മുമ്പോട്ട് പോകുക. അപ്പോൾ റെഗുലറായിട്ടും കൺസിസ്റ്റൻ്റായിട്ടും കണ്ടൻറ്റ് ഇടുക. ധാരാളം പേര് വ്യൂസ് കുറഞ്ഞിട്ടുണ്ടെങ്കിലും അവർ അതിലൊന്നും തളരാതെ നല്ല രീതിയിൽ തന്നെ കണ്ടൻറ്റ് ഇട്ടിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. എനിക്ക് തന്നെ ഈ ഹിന്ദിയിൽ കുക്കിംഗ് ഒക്കെ ഇടുന്ന ഒരു ഫ്രണ്ടായിട്ട് അവരുടെ ഒരു ചാനൽ, ആദ്യമൊക്കെ അവർ എന്നും നല്ല പുതിയ ആരും ഉണ്ടാക്കാത്ത റെസിപ്പീസൊക്കെ ഉണ്ടാക്കി ഇടുമ്പോഴേക്ക് സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഒക്കെ വളരെ കുറവായിരുന്നു. പക്ഷേ അവർ ചാനൽ തുടങ്ങി ഏതാണ്ട് 1 വർഷത്തോളമായി അവർ ഒന്നും വിട്ടുകൊടുക്കാതെ എന്നും അവർ പുതിയ വിഭവങ്ങൾ ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കും. ഇപ്പോൾ അവർക്ക് ഏതാണ്ട് 20,000-ന് പുറത്ത് സബ്സ്ക്രൈബേഴ്സായി. ഓരോ വീഡിയോസിന് ആയിരക്കണക്കിന് വ്യൂസാണ് വരുന്നത്. അപ്പോൾ അവരാദ്യം മനസ്സ് വിഷമിച്ചിട്ട് ഇതൊക്കെ വിട്ടിട്ട് പോയിരുന്നെങ്കിൽ ഇന്ന് ഈ സ്ഥിതിയിലോട്ട് അവർക്ക് ചാനൽ ഗ്രോ ചെയ്യാനേ പറ്റില്ലായിരുന്നു. അപ്പോൾ ഇതുപോലെ പല സ്ഥലത്തും നടക്കുന്നത് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ നല്ല രീതിയിൽ ചാനലിൽ ക്രിയേറ്റ് ചെയ്യുക, കണ്ടൻ്റ് ഇടുക, മനസ്സ് തളരാതെ മുമ്പോട്ട് പോകുക. ഇതാണ് നിങ്ങൾക്ക് പാഷനായിട്ടുള്ളൊരു കാര്യം ആണെങ്കിൽ അതൊരിക്കലും കൈവിടാതെ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകുക. തീർച്ചയായിട്ടും നിങ്ങൾക്കും ഒരു ദിവസം നല്ല ഒരു വിജയം കിട്ടുന്ന നാൾ വരും. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കുക. ഇപ്പോൾ ഞാനും ഒരു ഓണക്കാലത്തിൻ്റെ ഇടയ്ക്ക് കുറേ ദിവസം വീഡിയോസ് കൺസിസ്റ്റൻ്റായിട്ട് ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഈ ചാനലിൽ എനിക്ക് തന്നെ കുറച്ച് വ്യൂസ് ഇപ്പോൾ കുറവാണ്. നിങ്ങൾക്ക് തന്നെ കണ്ടു നോക്കിയാൽ അറിയാം. അപ്പോൾ മുമ്പ് കണ്ട കൂട്ടുകാരും ഫാമിലി മെമ്പേഴ്സും ഒക്കെ തിരിച്ചു വന്ന് തുടർന്നും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ധാരാളം പഴയ വീഡിയോസിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതൊക്കെ സംശയമുള്ള പുതിയ യൂട്യൂബേഴ്സൊക്കെ ഒന്ന് ചെന്ന് കാണുക. തുടർന്ന് ഇതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് എല്ലാവരുടെ മുമ്പിലും വരുന്നത് വരെ എല്ലാവർക്കും ബൈ.